മാന്നാറിലെ കലയുടെ കൊലപാതകം ദുരൂഹത ഏറുന്നു. കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി മൃതദേഹം മാറ്റിയോ എന്ന് സംശയം. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായി സംശയം. സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തുവെന്ന് ഒരാൾ മാത്രമാണ് മൊഴി നൽകിയത്. മാന്നാറിലെ കലാ കൊലപാതക കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഇപ്പോഴും സംശയങ്ങൾക്ക് പൂർണ്ണമായും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലേ? ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, മാന്നാറിലെ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ കഥകൾ, ദുരൂഹതകൾ ഏറുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ രീതിയിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ കഥകളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് ഇതിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 3 പ്രതികളിൽ ഒരാൾ മാത്രം നൽകിയ മൊഴിയാണ് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യം. സെപ്റ്റിക് ടാങ്ക് പരിശോധിച്ചിരുന്നു. അവിടെ നിന്നും മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ എന്ന് തോന്നുന്ന ചില വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. അത് ഇന്ന് കോടതിയുടെ അനുമതിയോടുകൂടി ഇന്ന് വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞിരുന്നു, വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായ കലയുടെ ഭർത്താവ് കൊലപാതകം നടത്തിയത് അനിൽ കുമാർ തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കലയുടെ ഭർത്താവ് കൂട്ടുപ്രതികളായ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആളുകളുടെ സഹായം തേടിയത് വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ്. ആദ്യം ഈ അനിൽകുമാർ വലിയ പെരുമ്പുഴ പാലത്തിൽ നിന്നും മൃതദേഹം ആറ്റിലേക്ക് ഒഴുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ വിളിച്ച് 3 പ്രതികളുണ്ട് കസ്റ്റഡിയിൽ. ഇവർക്കൊപ്പം ചേർന്ന് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തി. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് സെപ്റ്റിക് ടാങ്കിൽ നിന്നും മൃതദേഹം മാറ്റിയിട്ടുണ്ടാകുമെന്നാണ്. അനിൽകുമാർ ഒരു മേസ്തിരി പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം മറവ് ചെയ്യാനായി ഇയാൾക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. മറവ് ചെയ്തതിന് ശേഷം അത് സിമന്റ് ഉറപ്പിക്കാനോ മറ്റും ഒക്കെ സാധിക്കും. ആ രീതിയിൽ അന്വേഷണം പോകുന്നുണ്ട്. മറ്റൊരു കാര്യം പോലീസ് സംശയിക്കുന്നത്, എന്നാൽ പോലീസ് കൃത്യമായി ഇതിൽ വിവരം നൽകുന്നില്ല. പോലീസിന്റെ സംശയമാണ്. അത് അന്വേഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. ഈ മൃതദേഹം പല ഭാഗങ്ങളായി തിരിച്ച് എവിടെയെങ്കിലുമൊക്കെ മറവ് ചെയ്തിട്ടുണ്ടാകും എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു പരിശോധന നടന്നത്. ഇനി വരും ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്താനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. മറ്റൊന്ന്, ഈ ചോദ്യം ചെയ്ത പ്രതികൾ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 3 പേര്. ഇവരെ വിശദമായി പ്രത്യേകം ഇരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരാൾ മാത്രമാണ്, ജിനു എന്ന് പറയുന്ന ഒരു പ്രതി, 4ാം പ്രതിയാണ്, പ്രതി മാത്രമാണ് സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹമുള്ള കാര്യം പറയുന്നത്. മറ്റവരാരും തന്നെ പറയുന്നില്ല. ഒരു പക്ഷേ വേറൊരു രീതിയിൽ പോലീസിന്റെ സംശയം, സെപ്റ്റിക് ടാങ്കിൽ നിന്നും മൃതദേഹം അനിൽകുമാർ ഈ കൂട്ടുപ്രതികൾ അറിയാതെ മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യവുമുണ്ട്. കാരണം സെപ്റ്റിക് ടാങ്ക് പരിശോധനയിൽ 15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. സെപ്റ്റിക് ടാങ്ക് പരിശോധനയിൽ മൃതദേഹത്തിൻ്റെതെന്ന് കരുതുന്ന ചെറിയ ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഈ സംശയം മൃതദേഹം മാറ്റിയിട്ടുണ്ടാകുമെന്നുള്ള സംശയത്തിന് ബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി 21 അംഗ അന്വേഷണ സംഘം ആയിട്ട് അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് തന്നെയാണ് നേരിട്ട് ഈ അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ളത്. എന്തായാലും ഓരോ ദിവസവും ദുരൂഹതകൾ ഏറുന്നുണ്ട്. അതിനിടെ ഈ അനിൽകുമാറിന് രക്തസമ്മർദ്ദമുണ്ടായി ഇസ്രായേലിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അനിൽകുമാറിന്റെ ബന്ധുക്കളെ അനിൽകുമാർ ചികിത്സയിലുള്ള ആശുപത്രി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അനിൽകുമാർ എന്ന് പറയുന്ന 1ാം പ്രതി നാട്ടിലെത്തിയാൽ മാത്രമേ പോലീസ് പ്രകടിപ്പിക്കുന്ന ഈ സംശയങ്ങൾക്കും നിലനിൽക്കുന്ന ദുരൂഹതകൾക്കുമൊക്കെ ഒരു അവസാനം ഉണ്ടാകും. കലയുടെ ഭർത്താവും ഈ കേസിലെ 1ാം പ്രതിയുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നതാണ് ഇനി പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഈ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകൾ വരുന്നതിന് മുൻപ് തന്നെ പോലീസ് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. സ്വമേധയാ ഇയാളോട് നാട്ടിലെത്താൻ പറഞ്ഞു. ഒരുപക്ഷെ ഇയാൾ സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ എന്ന കാര്യവും പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ നിയമപരമായി നീങ്ങി, എംബസി മുഖാന്തരം നീങ്ങി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അനിൽകുമാർ നാട്ടിലെത്തി അയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കൊലപാതകം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പോലീസിന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ പറഞ്ഞതുപോലെ ഓരോ കഥകൾ, ഓരോ ദുരൂഹതകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അനിൽകുമാർ വന്നാൽ മാത്രമേ എവിടെയാണ് മൃതദേഹം ഒളിപ്പിച്ചത്, എങ്ങനെയാണ് കൊല നടത്തിയത്, എന്തായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം, ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അനിൽ നമ്പ്യാർ.
എസ് മന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ദുരൂഹത ഏറുന്നു. കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി മൃതദേഹം മാറ്റിയോ എന്ന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായിട്ടുള്ള സംശയം ബലപ്പെടുന്നു. സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തുവെന്ന് ഒരാൾ മാത്രമാണ് മൊഴി നൽകിയത്. മന്നാറിലെ കൊലപാതക കേസിൽ പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. നിഷാദ് ദിലീപാണ് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയത്.